നമസ്കാരം. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ സൈനിക ശക്തി എന്ന പേരിൽ ലോകത്തെ മുൾമുനയിൽ നിർത്തിയിരുന്നതാണ് ഇസ്രായേൽ. എന്നാൽ ആ ഇസ്രായേൽ സൈനിക സംവിധാനത്തിനകത്ത് ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇറാനും ഹിസ്ബുള്ളയും നടത്തിയ പ്രതിരോധ ആക്രമണങ്ങൾ വെറും പ്രതീകാത്മക മറുപടികളായിരുന്നില്ല എന്നതാണ് പുതിയ ഉപഗ്രഹ വിശകലനങ്ങൾ സൂചിപ്പിക്കുന്നത്. അതായത് ഇസ്രായേലിന്റെ നിർണായക വ്യോമതാവളങ്ങൾ, രഹസ്യ ഇന്റലിജൻസ് കേന്ദ്രങ്ങൾ, സൈനിക ലോജിസ്റ്റിക്സ് സംവിധാനങ്ങൾ, യുദ്ധവിമാന സർവീസ് മേഖലയിലെ വളരെ അതായത് അതുവരെയുള്ള ആക്രമണത്തിൽ ഗുരുതരമായി ബാധിച്ചിരിക്കുന്നു എന്ന സൂചനകളാണ് ഈ ഉപഗ്രഹ ചിത്രത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ഏറ്റവും പുതിയ അല്ലെങ്കിൽ ഏറ്റവും വലിയ ചർച്ചയായി മാറിയത് മറ്റൊന്നാണ്. അതായത് ഈ പുറത്തുവിട്ട ചിത്രങ്ങൾ മനഃപൂർവ്വം മങ്ങിയതാക്കപ്പെട്ടു എന്നും അതിലെ നാശനഷ്ടങ്ങൾ മറയ്ക്കാൻ കഴിയാത്ത അവസ്ഥയാണ് എന്നാണ്. അതായത് കത്തിക്കരിഞ്ഞ മേഖലകൾ, തകർന്ന സൈനിക സൗകര്യങ്ങൾ, ദിവസങ്ങളോളം കത്തിയ തീയുടെ അടയാളങ്ങൾ എല്ലാം തന്നെ ഇസ്രായേൽ പൊതുജനങ്ങളിൽ നിന്നും യഥാർത്ഥ സാഹചര്യം മറച്ചുവെക്കാൻ ശ്രമിക്കുകയാണോ എന്നൊരു വലിയ ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. സെന്റിനൽ-2 ഉപഗ്രഹ ചിത്രങ്ങളുടെ വിശകലനം അനുസരിച്ച് ഇസ്രായേലിന്റെ പ്രധാന വ്യോമസേനാ കേന്ദ്രങ്ങളിലൊന്നായ രാമത്ത് ഡേവിഡ് എയർബേസ് 2 ഭാഗങ്ങളായി ആക്രമിക്കപ്പെട്ടു. ഒരു ഭാഗത്തെന്ന് പറഞ്ഞാൽ സഹായ വാഹനങ്ങളും സൈനിക ഉപകരണങ്ങളും സൂക്ഷിച്ചിരുന്ന മേഖലയായിരുന്നു തകർന്നടിഞ്ഞപ്പെട്ടത്. മറ്റൊരു ഭാഗം എന്ന് പറഞ്ഞാൽ യുദ്ധവിമാനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കുവാനും സർവീസ് നടത്തുവാനും ഉപയോഗിച്ചിരുന്ന നിർണായക സാങ്കേതിക മേഖലയായിരുന്നു. അതായത് ആക്രമണം വെറും ഭീഷണിപ്പെടുത്തലല്ല, ഇസ്രായേലിന്റെ വ്യോമ യുദ്ധശേഷിയെ നേരിട്ട് ബാധിക്കുന്ന തരത്തിലുള്ള കൃത്യമായ ഒന്നുകൂടിയായിരുന്നു. അതിലും വലിയൊരു ആശങ്ക ഉയർത്തുന്നത് സഫേദിന് സമീപമുള്ള യൂണിറ്റിൽ 8200 മിഷാർ ബേസുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളാണ്. ഇസ്രായേലിന്റെ അതീവ രഹസ്യ സിഗ്നൽ ഇന്റലിജൻസ് കേന്ദ്രമായി കണക്കാക്കപ്പെടുന്ന ഈ താവളത്തിൽ മാർച്ച് 5-നും 10-നും ഇടയിൽ ആക്രമണം നടന്നിരിക്കാം എന്നാണ് ഉപഗ്രഹ ചിത്രങ്ങൾ നൽകുന്ന വിവരം. ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങളുടെ ഹൃദയ കേന്ദ്രമായി കണക്കാക്കപ്പെടുന്ന ഒരു കേന്ദ്രം പോലും സുരക്ഷിതമല്ല എന്ന സൂചനയാണ് ഇതിനോടകം വ്യക്തമാക്കിയത്. ഏതായാലും മാർച്ച് 25-ന് നെവാറ്റിം വ്യോമതാവളത്തിൽ വ്യക്തമായ നാശനഷ്ടങ്ങൾ കണ്ടെത്തി. അമേരിക്കൻ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഈ താവളം ഇറാന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നായിരുന്നു. അതേസമയം ഹിസ്ബുള്ള ഡ്രോണുകളുടെ കൂട്ട ആക്രമണം നടത്തിയതായി പ്രഖ്യാപിച്ച ദിവസം തന്നെയാണ് ക്യാമ്പ് ഷിംഷോണിൽ ഉണ്ടായ വൻ തീപിടുത്തം കൂടുതൽ സംശയങ്ങൾക്ക് വഴിവെച്ചു. ഉപഗ്രഹ ചിത്രങ്ങളിൽ തീ നിരവധി ദിവസങ്ങൾ നീണ്ടുനിന്നതും ഏകദേശം 200 മീറ്റർ പ്രദേശത്ത് വ്യാപിച്ചതും വ്യക്തമായി കാണപ്പെടുന്നുണ്ട്. മുമ്പത്തെ ചിത്രങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ മേഖല സൈനിക വാഹനങ്ങൾക്കും ലോജിസ്റ്റിക് തയ്യാറെടുപ്പുകൾക്കുമായി സ്ഥിരമായി ഉപയോഗിച്ചിരുന്ന സ്ഥലമാണ് എന്നത് പകൽ പോലെ വ്യക്തമാണ്. യഥാർത്ഥ നാശനഷ്ടങ്ങൾ പുറത്തു വന്നാൽ അത് അത്യന്തം അതായത് ഈ ഒരു ആഭ്യന്തര രാഷ്ട്രീയത്തെയും സൈനിക ആത്മവിശ്വാസത്തെയും പൂർണ്ണമായും തകർത്തെറിയുന്നതാകും. എന്തായാലും യുദ്ധകാലത്ത് ഇറാൻ ഏകദേശം 670 മിസൈലുകളും 765 ഡ്രോണുകളും ഇസ്രായേലിലെ ലക്ഷ്യങ്ങൾ വിക്ഷേപിച്ചിരുന്നു. അതായത് അവരെ തകർത്തെറിഞ്ഞിരുന്നു. ഇത്രയും വലിയ തോതിലുള്ള ആക്രമണം നേരിടേണ്ടി വന്നതോടെയാണ് ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധം പാടെ തകർന്നടിഞ്ഞത്. അതോടെ അവർ സ്വാഭാവികമായും സമ്മർദ്ദത്തിലാവുകയും ചെയ്തു. പ്രത്യേകിച്ച് ബാലിസ്റ്റിക് മിസൈലുകൾ സംബന്ധിച്ച വിഷയങ്ങൾ ഇറാൻ അമേരിക്ക വെടിനിർത്തൽ ചർച്ചകളിലെ പ്രധാന വിഷയമല്ലാത്തത് ഇസ്രായേൽ സൈനിക നേതൃത്വത്തെ കൂടുതൽ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഏതായാലും ഫെബ്രുവരി 28-ന് ആരംഭിച്ച അമേരിക്ക ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെയാണ് ഈ പശ്ചാത്തലം അങ്ങ് പാടെ മാറിമറിഞ്ഞത്. ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമേനി ഉൾപ്പെടെയുള്ള ഉന്നത നേതാക്കളെ ലക്ഷ്യമിട്ട വ്യോമ ആക്രമണങ്ങളും സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരായ ആക്രമണങ്ങളും ഇറാനെ കടുത്ത തിരിച്ചടിയിലേക്ക് നയിച്ചിരുന്നു. അതായത് ഇതിന് പിന്നാലെ എന്ത് ചെയ്തു? ഓപ്പറേഷൻ പ്രോമിസ് 4 എന്ന പേരിൽ ഇറാൻ ആരംഭിച്ച പ്രതിരോധ നീക്കങ്ങൾ ഇസ്രായേലിന്റെ ഏറ്റവും സുരക്ഷിതമെന്ന് കരുതപ്പെട്ട സൈനിക കേന്ദ്രങ്ങളെയായിരുന്നു ലക്ഷ്യം വെച്ചത്. അതേസമയം പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ ഏപ്രിൽ 8 മുതൽ വെടിനിർത്തൽ നിലവിൽ വന്നിട്ടുണ്ട് എങ്കിലും യുദ്ധം യഥാർത്ഥത്തിൽ അവസാനിച്ചിട്ടില്ല എന്ന സൂചനകളാണ് പുറത്തുവരുന്നത്.